ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ഡോക്ടർ ബോസിന്റെ അടുത്ത് പറയണേ, വീട്ടില് ഒരാൾക്ക് മാത്രമായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ, എല്ലാവർക്കും കൂടി ഒരുമിച്ചല്ലേ ഉണ്ടാക്കൂ. ബോസ് പറയും അതില്ല. അപ്പൊ ഈ റിപ്പോർട്ടിൽ എങ്ങനെയായിരിക്കും ഡോക്ടർ എഴുതുന്നത്? ഡോക്ടർ പറയും ഫുഡില് വിഷം കലർന്നു, അതെങ്ങനെയാവാലോ, അതാണ് അതിന്റെ ശരി. എനിക്ക് അർജന്റായിട്ട് വേറൊരു പേഷ്യന്റിനെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ബോസ് ഡോക്ടറെ ഒന്നുകൂടെ വിളിക്കും. ഡോക്ടർ ചോദിക്കും, സാറിന് എന്നോട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബോസ് പറയും ഉണ്ട് ഡോക്ടർ. അപ്പൊ ഡോക്ടർ പറയും, സാറ് പറയാൻ പോകുന്നതും ആവശ്യപ്പെടാൻ സാധ്യതയുള്ളതും എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും അഡ്വാൻസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് ചെയ്തു തരാൻ കഴിയാവുന്നതേ ചോദിക്കാവൂ. അപ്പോ ACP പറയും, ഉവ്, ഇത് ഡോക്ടറെ കൊണ്ട് ചെയ്തു തരാൻ കഴിയുന്നതാണ്. ഡോക്ടർ പറയും, എങ്കിൽ പറഞ്ഞോളൂ, എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ബോസ് പറയും, ഡോക്ടർ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഈ കേസ് ഒന്ന് അവസാനിപ്പിക്കണം, അതിന് ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ പറയും, ഇപ്പോഴും ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന് സാറ് പറയുന്നില്ല. ബോസ് പറയും, മറ്റൊന്നും വേണ്ട, റിപ്പോർട്ടിൽ എഴുതുമ്പോ ഫുഡിൽ വിഷം കലർത്തിന്ന് എഴുതുന്നതിന് പകരം ഫുഡ് പോയിസൺ മാത്രമേ എഴുതാവൂ. അങ്ങനെയാണെങ്കിൽ വലിയ ഏനക്കേട് വരുത്താതെ ഞങ്ങൾക്ക് ഈ കേസ് അങ്ങ് ഒഴിവാക്കായിരുന്നു. ഡോക്ടർക്കും എനിവേ ഇതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ബോസ് പറയും, മറ്റെന്ത് വരാൻ, ഒന്നുമില്ലെന്നേ, ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ ഡോക്ടർ ബോസിനെ വിശ്വസിച്ച് കൈ കൊടുക്കാണ്. ബോസ് അവിടെ നിന്ന് ഇങ്ങനെ ഡോക്ടർ പോകുന്നതും നോക്കി നിൽക്കാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പിമോള് രാഘവേട്ടന്റെ അടുത്ത് പറയും, വിഷ്ണു അച്ഛനെ പോലീസുകാരെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ. മോൾക്ക് അത് കേട്ടപ്പോ ഒരുപാട് സങ്കടം വന്നു. രാഘവേട്ടൻ ചോദിക്കും, മോളോട് ധാരാ പറഞ്ഞത്? പപ്പി പറയും, ഞാൻ അറിഞ്ഞു, എനിക്ക് വിഷ്ണു അച്ഛനെ കാണണമെന്ന് തോന്നി അച്ഛാ, നമുക്ക് വിഷ്ണു അച്ഛന്റെ അടുത്തേക്ക് പോകാം, എന്നിട്ട് ആശ്വസിപ്പിക്കാം, നമ്മളെയൊക്കെ കാണുമ്പോ വിഷ്ണു അച്ഛന് സന്തോഷാവില്ലേ? രാഘവേട്ടൻ പറയും, പോവാ മോളെ, ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ഭാമയും മോളുടെ അച്ഛനൊക്കെ ഇങ്ങ് വരട്ടെ, വിവരങ്ങളൊക്കെ എന്താണെന്നറിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. അപ്പോഴേക്കും ശ്യാമയും പൊന്നിയും പിള്ളച്ചേട്ടനും അവിടെ ഉണ്ട്. അങ്ങനെ പപ്പിമോള് വയ്ക്കും, ഇനി എന്നാ വിഷ്ണു അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് കാണാൻ എന്താ ആഗ്രഹം ഉണ്ടെന്ന് അറിയാമോ? അത് മോളെ, വിഷ്ണു അച്ഛന് സുഖാവട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. പപ്പിക്കും അതിന് വിഷ്ണു അച്ഛനെ പോലീസുകാർ ഇനി കൊണ്ടുപോയില്ലേ? അപ്പൊ പിള്ളേച്ചൻ പറയും, എന്തിനാ ഇനി പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നത്, നമ്മളെല്ലാ കേസും പറഞ്ഞു തീർത്തില്ലേ? അപ്പൊ പപ്പിക്ക് സന്തോഷാവും. ആണോ അച്ഛാ? അതെ മോളെ, നമ്മളെല്ലാം പറഞ്ഞു തീർത്തു, വിഷ്ണുഅച്ഛനെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനുമാക്കി, ഒരാൾക്കും നമ്മൾ ഇനി വിഷ്ണുഅച്ഛനെ വിട്ടുകൊടുക്കത്തോ ഇല്ല, നമ്മളോടൊപ്പം ഈ വീട്ടില് എന്നും അവനുണ്ടാകും. സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട് വിഷ്ണുഅച്ഛന് വേണ്ടി മോള് പ്രാർത്ഥിക്കണം കേട്ടോ. പപ്പിമോള് പറയും, ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, കൃഷ്ണനും മാലയും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാ വിഷ്ണുഅച്ഛൻ തിരിച്ചു വരുന്നത്. ഇപ്പൊ രാഘവേട്ടൻ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോ എന്റെ ചക്കര അച്ഛനാ എന്ന് പറഞ്ഞ് പപ്പിയും ഉമ്മ കൊടുക്കുക. അപ്പൊ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെങ്കിലും രാഘവേട്ട് മനസ്സിലിങ്ങനെ വല്ലാത്ത വിഷമാണ്. ഈ കുരുന്നിന്റെ സന്തോഷം നീ കാണുന്നില്ലേ കൃഷ്ണ? എന്തിനാ എന്റെ കുഞ്ഞിനെ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവൻ ഇനിയെങ്കിലും ജീവിച്ചോട്ടെ. അപ്പൊ പപ്പിക്കും, എന്താ അച്ഛൻ ആലോചിക്കുന്നത്? രാഘവേട്ടൻ പറയും, ഒന്നുമില്ല മോളെ. അങ്ങനെ നോക്കുമ്പോണ്ടാവും സത്യമ്മയുടെ കാർ അങ്ങോട്ട് വരുന്നേ. ഭാമയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്, തലതാഴ്ത്തിക്കൊണ്ടാ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മകന്റെ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. എന്റെ പ്രാർത്ഥനയുടെ ഫല, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് ഞാൻ കാവലാക്കിയതിന്റെ ഫലം, എന്റെ കുഞ്ഞു മരണത്തിൽ നിന്നും തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അത് കേൾക്കുമ്പോഴാ രാഘവേട്ടനൊന്ന് സമാധാനാവുന്നത്. രാഘവേട്ടന് മാത്രമല്ല, അവിടെയുള്ള എല്ലാവർക്കും. അല്ല ഭാമേ, നീ അവനെ കണ്ടോ? ഭാമാരും പിന്നല്ലാതെ ഡോക്ടർമാരെല്ലാവരും ഒരു പരുവാക്കിയിട്ടിരിക്കുക എന്റെ മോനെ. അവരവന്റെ വയറ് കഴുകേ വയറിളക്കേ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യാവുന്ന പഠിച്ച പണി 18 നോക്കിയിട്ടാ എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ കയറിയ വിഷാംശം മുഴുവനും അവര് കഴുകിക്കളഞ്ഞത്. രാഘവേട്ട, വേദന കൊണ്ട് അവൻ കരയാ. ഒരമ്മയ്ക്കും അത് കണ്ടു നിൽക്കാനാവില്ല. പക്ഷേ ഞാൻ കണ്ടു, എന്റെ മോന്റെ അവസ്ഥ ഞാൻ കണ്ടുകൊണ്ട് നിന്നു. അതെന്തിനാണെന്നറിയോ? എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവരോട് ശക്തിയായി പ്രതികരിക്കാൻ, അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാ ഞാനത് നോക്കിക്കൊണ്ടു നിന്നത്. ശ്യാമ അങ്ങ് ഞെട്ടിപ്പോവൂ. രാഘവേട്ടൻ എല്ലാവരും, നീ എന്തൊക്കെയാ ഭാമേ പറയുന്നത്? മറ്റുള്ളവരോട് പ്രതികാരം തീർക്കാൻ സ്വന്തം മകന്റെ ദയനീയ അവസ്ഥ കണ്ട് ആസ്വദിച്ചു നിന്നോ? എന്താ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കട്ടിയാണോ? അപ്പൊ ഭാമ പറയും, ആക്കിയതാ ദാ ഇവളുടെ കുഞ്ഞേച്ചിയും അവളുടെ അമ്മയും കൂടി. രാഘവേട്ടൻ അറിയോ ശാലിനി, നിങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന കളക്ടർ മാഡം അവളുടെ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് അതിൽ വിഷം ചേർത്ത് എന്റെ മകനെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ പറയുമ്പോ ശ്യാമ, സത്യമേ എന്ന് വിളിക്കുമ്പോ ഭാമ പറയും, അമ്മയെ കൊണ്ടാവുമ്പോ അവളുടെ നേർക്കൊരു അന്വേഷണവും വരില്ലല്ലോ. അപ്പൊ പിള്ളച്ചേട്ടൻ, ശിവ എന്തൊക്കെയായി കേൾക്കുന്നത്? ഭാമാറിയും, കേൾക്കാൻ ഇനിയും ഉണ്ട്. അടവുകൾ പലതും എടുത്തിട്ടും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോ കൊന്നു പകരം വീട്ടവള്. ആ കാർത്തികയെ കാറിലിട്ട് കത്തിച്ചതിനും കളക്ടർ മാഡത്തിന് പങ്കില്ലെന്ന് ആരാ കണ്ടത്? ഇതോടെ കേൾക്കുമ്പോ ഭാമേ എന്ന് രാഘവേട്ടൻ ഒരു ഞെട്ടിലോടെ വിളിക്കും. അങ്ങനെ ഭാമ ശ്യാമയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇനി ചിലപ്പോ അത് അവളുടെ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. കുടുംബത്തിലുള്ളവർ മുഴുവനും കൊലയാളികളാവുമ്പോ പേടിക്കണം രാഘവേട്ട, പേടിക്കണം, ഇവളെയൊക്കെ പേടിക്കണം. നാളെ ചിലപ്പോ നമ്മളും ചത്തു മലർച്ച് എഴുന്നേൽക്കാൻ പറ്റാതെ കട്ടില് തന്നെ കിടക്കില്ലെന്ന് ആര് കണ്ട് രാഘവേട്ട എന്നിങ്ങനെ ശ്യാമയെ ഉദ്ദേശിച്ച് പറയാ. കുടുംബശ്രീ ശാരദ ഹോട്ടലല്ല നടത്തുന്നത്, വിഷച്ചോറ് കെട്ടി കൊടുക്കുക. ഇത്രയും കാലം കൊണ്ട് ഇവരൊക്കെ എത്ര ആൾക്കാരെ കാലപുരിയിലേക്ക് അയച്ചു എന്ന് വലിയ നിശ്ചയമുണ്ടോ?
അതില് ഭാമ സത്യമേ എന്ന് ദയനീയായിട്ട് വിളിക്കുമ്പോ ഭാമ ശ്യാമയുടെ അടുത്ത് നിന്ന് ശ്യാമയെ അങ്ങോട്ട് ഇറുക്കി പിടിക്കും. കൊന്നവരുടെ കണക്ക് സൂക്ഷിക്കുന്ന മരണബുക്ക് വല്ലതും നിന്റെ അമ്മയുടെ മേശവലിപ്പിലുണ്ടോന്ന്? ഉണ്ടെങ്കിൽ പറ, എന്റെ മകന്റെ നമ്പർ എത്രയാന്ന്. അപ്പൊ തന്നെ ശ്യാമ വാ പൊത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. പറയടി, അവനെ കൊല്ലാൻ നോക്കുന്നത് ഇത് എത്രാമത്തെ തവണയാണെന്ന്. ശ്യാമ മതി സത്യമേ, ഇനി ഇത് കേട്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല. ഞങ്ങൾ അമ്മയും മക്കളും അന്നം കൊടുത്ത് ജീവിച്ചവരാ. അക്ഷയപാത്രത്തിൽ എന്ന പോലെ ആ ഹോട്ടലിലേക്ക് ഭക്ഷണം ചോദിച്ചു വന്നവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത പാരമ്പര്യമുണ്ട്. അതിപ്പോഴും അങ്ങനെ തുടരുന്നതിനുള്ള കാരണം അന്നത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാ. അന്നം കൊടുത്ത് അന്നം വാങ്ങിക്കാനുള്ള കഴിവ് ഉടയ തമ്പുരാൻ എന്റെ അമ്മയ്ക്ക് നൽകിയത് കൊണ്ട് മാത്രം. അതിലീ കളവ് എന്റെ അമ്മ കാണിക്കില്ല സത്യമേ, ഞങ്ങളും മക്കളും കാണിക്കില്ല എന്ന് കരഞ്ഞോണ്ട് ഭാമയുടെ കൈ പിടിച്ച് പറയുമ്പോ ഭാമ കൈയങ്ങ് തട്ടി മാറ്റും. പിന്നെ ഞാനാണോടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? ദേ, എന്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കെട്ടും പാണ്ടും എടുത്ത് ഇറങ്ങിക്കോളണം ഇവിടുന്ന്. ഹോട്ടലിലോ വീട്ടിലോ പോയി എച്ചിൽ പാത്രം കഴുകി ജീവിച്ചോളണം. പിന്നെ സത്യഭാമയുടെ ഈ വീടിന്റെ വാതിൽ നിന്റെ മുന്നിൽ തുറക്കില്ല. രാഘവേട്ടാ, ഇനി എനിക്ക് ആ കുടുംബവുമായിട്ടുള്ളത് ദേഷ്യമല്ല, പകയാണ്, പക. ശാരദ ചത്ത് വെണ്ണീരായി മണ്ണിലലിഞ്ഞാ ആ കുടുംബത്തോടുള്ള എന്റെ പക തീരില്ല. ഭാമേ എന്ന് വിളിക്കുമ്പോഴും ഭാമ അതിന് വില കൊടുക്കാറില്ലല്ലോ. ശ്യാമ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ ഭാമ അറിയും, നിന്റെ ഈ പൂങ്കണ്ണീര് കണ്ട് എന്റെ മക്കള് വീഴായിരിക്കും. പക്ഷെ സത്യഭാമയെ വീഴ്ത്താൻ കണ്ണെന്ന് കടല് ഇറങ്ങി വരണം. കടൽ എന്താ പറ്റൂ നിനക്ക്? മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചൊരൊറ്റ എന്ത് വെച്ച് കൊടുക്കുമ്പോ ശ്യാമ അങ്ങോട്ട് നിലത്തേക്ക് വീണു പോവാണേ. അത് കാണുമ്പോ എല്ലാവർക്കും വിഷമാവും. അങ്ങനെ അത്രയും പറഞ്ഞ് അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടാ ഭാമ പോകുന്നത്. അപ്പോ പപ്പിയും പിള്ളച്ചേട്ടനും പൊന്നിയും കൂടെ ശ്യാമയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. പപ്പി പറയും, കരയേണ്ട അമ്മ. പപ്പി മോൾക്ക് സങ്കടാവും. സങ്കടപ്പെടേണ്ട മോളെ, ഒന്നുമില്ലാത്തവർക്ക് കൂട്ടായിട്ട് കണ്ണീരും കരച്ചിലും മാത്രമേ ഉള്ളൂ. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം നമ്മുടെ അവസ്ഥ ഇപ്പൊ അതാ. സഹിക്കാവുന്ന അത്രയും സഹിക്കാം എന്ന് പറഞ്ഞിട്ട് പപ്പിമോളെ കെട്ടിപ്പിരിച്ച് കരയണേ. ഇത് കാണുമ്പോ എല്ലാവർക്കും വിഷമാവും. രാഘവേട്ടൻ പറയും, ഭാമയോട് പറഞ്ഞിട്ട് കാര്യമില്ല ശ്യാമേ, കരികാലം അല്ലാണ്ട് എന്താ പറയാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് മധുശ്രീയാണേ. മധുശ്രീ അവിടെ കാർത്തികയെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കാ. അവിടെ ചെന്നിട്ട് കാർത്തികയോട് വയ്ക്കും, എങ്ങനെയുണ്ടടി നിന്റെ ഇവിടുത്തെ താമസമൊക്കെ, സുഖാണോ? അയ്യോ, നിന്റെ വാ മൂടി കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, ഞാനതങ്ങ് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് വായിലിട്ടിരിക്കുന്ന പ്ലാസ്റ്റർ എടുക്കാൻ തുടങ്ങുമ്പോഴതിന് മുമ്പ് ഒരു വാണിംഗ് കൊടുക്കും. ഇത് മാറ്റിക്കഴിഞ്ഞാ അലറി വിളിക്കാൻ നിൽക്കണ്ട, ഒരു കുഞ്ഞു ഇതിനകത്തേക്ക് കയറി വരാൻ നിൽക്കില്ല. ഈ കെട്ടിടത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ശബ്ദം പുറത്തേക്ക് പോവില്ല. പിന്നെ വാ മൂടി കെട്ടിയത് അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. നിന്നെ പോലുള്ള തരികിടയ്ക്ക് എപ്പോഴും 2 വടം കൊണ്ടുള്ള കെട്ട് നല്ലതാ, ഇല്ലെങ്കിൽ നീ നിന്റെ അൽക്കുരുത്ത് സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞ പ്ലാസ്റ്റർ മാറ്റുമ്പോ തന്നെ കാർത്തികയ്ക്കും, എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മധുശ്രീ, ഹാ, ഈ ചോദ്യം നിന്നോടല്ലേടി എല്ലാവരും ചോദിക്കാറുള്ളത്. കാലചക്രം തിരിഞ്ഞപ്പോ വാദി പ്രതിയായെന്ന് കരുതിയാ മതി. ഈ ഭൂമിയിൽ തന്നെയാ സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്നവളാ ഈ മധുശ്രീ. സത്യഭാമയോടൊപ്പം ഭാവി മരുമകളാവാൻ കച്ചകെട്ടി നീ നിന്നില്ലേ? അതായിരുന്നു നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ. അങ്ങനെ കാർത്തികയുടെ ചുറ്റിലും ഇങ്ങനെ നടന്നുകൊണ്ട് പറയാണേ മധുശ്രീ. അപ്പോഴേക്കൊരു ചേരും കൂടെ ഇട്ട് കൊടുക്കുമ്പോ മധുശ്രീ അവിടെ ഇരിക്കണേ കാർത്തികയുടെ മുമ്പില്. കാർത്തികയുടെ കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ മധുശ്രീ പറയണേ, അതായിരുന്നു നിന്റെ ജീവിതത്തിലെ സ്വർഗവും. ഇനിയുള്ളത് ഈ മധുശ്രീയുടെ കൂടെയാ. കാലന് കഞ്ഞി വെച്ചു കൊടുത്തവളായ മധുശ്രീയോടൊപ്പം. അപ്പൊ പിന്നെ നിനക്കിത് നരകാവാതെ വേറൊരു നിവൃത്തിയില്ല മോളെ. പിന്നെ ദൈവത്തെ വിളിച്ച് എന്റെ മോൾക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല. അത്രയ്ക്ക് നല്ലതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞാനിപ്പോ വന്നതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ. നിന്റെ വിഷ്ണുവേട്ടനില്ലേ? അത് പറയും പോലെ നിന്റെ വിഷ്ണുവേട്ടനല്ലോ, ശാലിനിയുടെ വിഷ്ണുവേട്ടനല്ലേ? അല്ല, കുറെ ദിവസം നിന്റെ ഉള്ളിലും പ്രേമത്തിന്റെ വിത്ത് മുളച്ചതാണല്ലോ. അവനെ ഞങ്ങളങ്ങേ കാലപുരിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോ തന്നെ കാർത്തിക ഞെട്ടിപ്പോവാ. മധുശ്രീ പറയും, ഇപ്പൊ അവന് ഹോസ്പിറ്റലിലാ, രക്തം ഛർദിച്ചോണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ അറിഞ്ഞത് ഏതാണ്ട് അവനെ വായ്ക്കരി വെക്കാനായെന്നാ. മൊത്തത്തിൽ വീട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞേക്കോ. കാർത്തിക പറയും, ഈശ്വര, വിഷ്ണുവേട്ടന് ഒരു ആപത്തും വരുത്തരുതേ. അപ്പൊ മധുശ്രീ പറയും, അവനൊരു ആപത്തും വരാതെ മുകളിലേക്ക് എടുക്കാൻ അവർക്കറിയടി. ഇനിയിപ്പൊ അവൻ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉടലും പണ്ടവും വരെ ഛർദിച്ച് പുറത്തു വന്നെന്നാ ഞാൻ കേട്ടത്. അത്രയ്ക്ക് കൊടിയ വിഷയല്ലേ ചോറില് ചേർത്ത് കൊടുത്തത്. അതിന്റെ കുറച്ച് ബാക്കിയിരിപ്പുണ്ട്, അല്പം കഴിച്ചാലോ? ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാനോ കഴിഞ്ഞില്ല. ഒരു പട്ടടയിലെ ഒരുമിച്ച് വെന്ത് തീരാനുള്ള ഒരു അവസരം ഞാനുണ്ടാക്കി തരടി എന്ന് പറഞ്ഞ അല്പം മദ്യമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. കാർത്തികയ്ക്കും, എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എന്നെ തുറന്നു വിട്, ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോൾ. നിങ്ങളുടെ ആരുടെയും കൺമുന്നിൽ പോലും ഞാൻ വരില്ല. മധുശ്രീ പറയും, അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോടി ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടത്? നിന്നെ നോക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതും. നീ പെടക്കാതെ നിന്റെ നമ്പറും വരും, അതുവരെ നീ വെയിറ്റ് ചെയ്യും. അറക്കാനിട്ടിരിക്കുന്ന മാടിനെ കണ്ടിട്ടില്ലേ? അറക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ അതിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. മാടെന്താ കരുതുക, വളർത്തുന്നവനെ സ്നേഹം ചുണ്ടിലൂറി നടക്കുകയാണെന്ന്? ഒന്നുമല്ല, അറക്കുന്നതിന് മുമ്പുള്ള പതിവ് കലാപരിപാടിയാ. അതുപോലെ തന്നെ ഇത് നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ് നിന്റെ ഗതി അത് തന്നെയാ. കാർത്തിക പറയും, മധുശ്രീ, എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആഴം. അതിനുള്ള ഫല ഞാൻ ഈ അനുഭവിക്കുന്നതല്ല. അതിനെന്നെ പ്രേരിപ്പിച്ചത് നീയാ. അപ്പോ
അതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. വെള്ളം ഇറങ്ങി ചാവില്ല നീ. ഇത്രയും ക്രൂരമായി ഞാൻ പറയുന്നത് അത്രയും സങ്കടം മനസ്സിലുള്ളത് കൊണ്ടാ. മധുശ്രീ ചിരിച്ചുകൊണ്ട് പറയും, നിന്റെ സമയം ഏതാണ്ട് തീരാറായി കാർത്തികേ. ഇനി നിന്റെ നാവ് ഒരിക്കൽ കൂടി എന്റെ നേർക്ക് ശാപവാക്കുകളായിട്ട് തിരിഞ്ഞാൽ എന്ന് പറഞ്ഞ് കാലെടുത്ത് കാർത്തികയുടെ മേലെ വെക്കും. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാ. നീ പിന്നെ ഇല്ല. ഒരെണ്ണത്തിന്റെ മരണമണി മുഴങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നതിനിടയിൽ നിന്റെ ചാവടിയന്തരത്തിന് കൂടാനുള്ള സമയമില്ലാത്തത് കൊണ്ടാ നിന്റെ കാര്യത്തിന് ഒരു അവധി കൊടുത്തത്. പക്ഷെ നീ സമ്മതിക്കുന്നില്ല. മരണം ഏറ്റെടുക്കാൻ നീ തയ്യാറായി കഴിഞ്ഞു. സ്വന്തം കുഴി തോണ്ടാൻ തുനിഞ്ഞിറങ്ങിയവൾക്ക് കല്ലറയല്ലാതെ മറ്റൊന്നും തുറന്നു കൊടുക്കാൻ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്റെ മരണവിളി ഒന്ന് അറിയട്ടെ, എന്നിട്ടാവാം നിന്റെ കൊലവെള്ളി പൊട്ടിക്കുന്ന ചടങ്ങ്. ദാ അതെല്ലാം എന്റെ ഈ കൈ കൊണ്ട് വേണമെന്ന് വാശി പിടിക്കുമ്പോഴാ സങ്കടം. എന്തായാലും നിന്റെ ജീവന്റെ ഒടുക്കവും എന്റെ അക്കൗണ്ടിൽ തന്നെ വരട്ടെ. ആ വിഷ്ണുവിന്റെ മരണറിയിപ്പൊന്ന് വന്നോട്ടെ, എന്നിട്ട് ഞാൻ നിന്റെ മരണപത്രത്തിൽ ഒപ്പിടാം. ഇതൊക്കെ കേൾക്കുമ്പോ കാർത്തിക വല്ലാണ്ട് പേടിച്ചിട്ടാ നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ ഭഗവാന്റെ മുന്നിലെ വിളക്കുകളെല്ലാം വെച്ച് പ്രാർത്ഥനയിലാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് ലോക്കപ്പിലിടും. വിഷ്ണുവിനെ തിരിഞ്ഞു നിൽക്കും. അപ്പോഴേക്കും ബോസ് വന്നിട്ട് പറയും, അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ ആയല്ലോടാ നിന്റെ അവസ്ഥ. നിന്നെ കാലനും വേണ്ടേ? അവര് വിചാരിച്ചു കാണും തല്ലിപ്പൊളിയാണ്, കൊണ്ടുപോയാൽ സ്വസ്ഥത കിട്ടില്ലെന്ന്. എടാ വെറുതെ മനുഷ്യന്റെ എത്ര സമയം നീ മെനക്കെടുത്തിയത്. എന്നാ ചത്തോ? അതുമില്ല. ജാകുന്ന് പറഞ്ഞ് ഡോക്ടർ വരെ സന്തോഷിപ്പിച്ചു. അവസാനം പുള്ളിയും കൈ മലർത്തി. വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു തിരിഞ്ഞു നോക്കുകയാണേ ദേഷ്യത്തോടു കൂടെ. അതാണുമ്പോ ബോസ് വയ്ക്കും, എന്താടാ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അവസരം ഇനിയും വരും. പിന്നെ നിന്റെ പ്രകടനം അത് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതൊരു ഒന്നൊന്നര പ്രകടനമായിരുന്നു. എടാ അത് വല്ല സിനിമയിലും പോയി കാണിച്ചിരുന്നെങ്കിലേ ഓസ്കാർ വാങ്ങിച്ച് വീട്ടിൽ വെക്കായിരുന്നു. എടാ യാക്കൂൺ വന്ന ഗർഭിണി പോലും ഇങ്ങനെ ഛർദിക്കില്ലല്ലോടാ. ഏതായാലും ഞാൻ ചോദിക്കണമെന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലടാ ഈ പറയുന്ന ശാലിനി മാഡത്തിന്റെ അമ്മയ്ക്ക് നിന്നോട് വല്ല വ്യക്തിവൈരാഗ്യവും ഉണ്ടോ? അല്ല അവര് ചോറിലൊക്കെ വിഷം ചേർത്ത് തരാൻ വേണ്ടിയിട്ട് അവര് ചില്ലറക്കാരി അല്ലല്ലോടാ. അല്ല ഇനി നീ എന്തെങ്കിലും കുരുത്തക്കേട് അവരോട് കാണിച്ചോടാ. വിഷ്ണുവിന് അതുകൂടെ കേൾക്കുമ്പോ വല്ലാത്ത ദേഷ്യം വരും. അല്ല നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലേ? അപ്പോഴേക്ക് വിഷ്ണു ഡാ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സെല്ല് പിടിച്ചങ്ങ് കുലുക്കും. അത് മൊത്തത്തിലങ്ങ് കുലുങ്ങിപ്പോവും. കാരണം അത്രയ്ക്ക് ദേഷ്യം വിഷ്ണുവിനുണ്ട്. അപ്പൊ ബോസ് ഇങ്ങനെ ഞെട്ടി നിക്കാ. വിഷ്ണു പറയും, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ നിക്കുന്നേ. വെറുതെ എന്നെ കൊണ്ട്. ബോസ് പറയും, ഹോ നിന്നെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നതാടാ ഞാൻ. എണ്ണത്തോണിയിൽ കിടക്കണോ നിനക്ക്? വിജയ ഇവനെ കുറച്ചു നേരം അതിലൊന്ന് കിടത്ത്, അവന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എണ്ണത്തോണിയില്ലടോ. അപ്പോ വിജയൻ പറയും, എണ്ണയില്ല സാർ, ഇപ്പൊ തോണി മാത്രമേ ഉള്ളൂ. ബോസ് പറയും, എണ്ണയൊന്നും വേണ്ടടോ, ഇവന് തോണി മതി. ആ കളക്ടർ മരത്തെ ഇട്ട് ഇവനൊന്ന് ചുറ്റി നടക്കട്ടെ. ഇടയ്ക്കൊരു ഡ്യൂറ്റി വിട്ടടാ. എന്താടാ തോണിയിലൊരു കൈ നോക്കുന്നോ? അതിൽ പാട്ടുണ്ടോടോ എന്ന് വിജയന്റെ അടുത്ത് ചോദിക്കുമ്പോഴും വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിലാ നിൽക്കുന്നതേ. അപ്പൊ ആ പോലീസുകാരൻ പറയും, ഇല്ല സാർ. അപ്പൊ ബോസ് പറയും, ഇല്ലെങ്കിൽ വേണ്ടടോ, ഇവർ തന്നെ അങ്ങ് പാടിക്കോളൂ. സ്വപ്നം കണ്ടോടാ തോണിയിൽ ഇങ്ങനെ ആടി മറിഞ്ഞ്. ആ പിന്നെ തോണി മറക്കരുത്, ഞങ്ങളുടെ കളക്ടർ മേഡം അകത്തുള്ളതാ. അങ്ങനെ ആടിയൊലഞ്ഞ് എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ കുറെ സമയം ഒരു പാട്ട് പോലെ അങ്ങ് പാടും. വിഷ്ണുവിനെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ഇത് കേട്ടിട്ട് ശാലിനി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിച്ച് തിരിയുമ്പോഴായിരിക്കും ശാലിനി അവിടെ നിൽക്കുന്നത് ബോസ് കാണുന്നത്. ബോസ് അങ്ങ് ഞെട്ടിപ്പോവാ. ബാക്കിയുള്ള പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യും. അടുത്ത് വന്ന് നിൽക്കുമ്പോ ബോസും, മാഡം അല്ല മാഡം അവനെ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ. ശാലിനി പറയും, പിന്നെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റിയൊരു പ്രായം. പോലീസ് ഫോഴ്സിനെ മൊത്തത്തിൽ നാണം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ. ആ തൊപ്പിയിൽ വെച്ചിരിക്കുന്ന മുദ്രയുടെ മഹത്വമെങ്കിലും കാണിക്കണം മിസ്റ്റർ ചന്ദ്രബോസെ, വല്ലപ്പോഴെങ്കിലും. ഇല്ലെങ്കിൽ സ്വയം തോന്നും ഈ ജന്മം പാഴായി പോയല്ലോ എന്ന്. അതില് ബോസിന് ദേഷ്യം വരും. ഇനിയിപ്പോ കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും എന്നാ തോന്നുന്നത് എന്നിങ്ങനെ പുരുകുറുക്കും. ശാലിനിക്കും, മിസ്റ്റർ ACP എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു കളക്ടർ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊന്നും പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്കില്ല. പക്ഷേ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എവിടെ ഇരിക്കണം എന്നുള്ള തീരുമാനം അതെടുക്കാനുള്ള അധികാരം കളക്ടർക്കുണ്ട്. കളക്ടർക്കേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ ബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, അത് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. ഓർത്താൽ ഈ മറഞ്ഞു കിടക്കുന്ന ബുദ്ധിയും ബോധമൊക്കെ ഒന്ന് തെളിയും. അതില് ബോസ് മാഡം എന്ന് പറഞ്ഞതിന് ശേഷം വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് വേഗം അവിടെ നിന്ന് പോകും. ബാക്കിയുള്ള പോലീസുകാരും കൂടെ പോകുന്നുണ്ട്. ശേഷം വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ ശാലിനി ആ സെല്ലിനടുത്തേക്ക് നിൽക്കും. വിഷ്ണുട്ടാ ഇപ്പോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? വിഷ്ണു മറുപടി പറയുന്നില്ല. ശാലിനിക്കും, സത്യമ്മ ഇവിടെ വന്നിരുന്നല്ലേ? സത്യമ്മയോടുള്ള വിഷ്ണുവേട്ടന്റെ പെരുമാറ്റത്തില് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത്രയും നാള് മകന് വേണ്ടി മാത്രം ജീവിച്ചതാ. പെട്ടെന്ന് തള്ളിപ്പറഞ്ഞാല് ഉൾക്കൊള്ളാനാവില്ല അവരെ പോലുള്ളൊരു അമ്മയ്ക്ക്. വിഷ്ണു പറയും, എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം തന്നെയാ, പക്ഷെ തന്നോടുള്ളത് പകയാണ്.
ആ പകയാണ് തന്നെ ഞാൻ താലി കെട്ടാൻ പോയപ്പോ ശാപത്തിന്റെ വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് ശാലിനിയുടെ കാര്യത്തിലെ താലി കെട്ടാൻ നേരത്തെ സത്യമ്മ പറഞ്ഞ വാക്കുകളൊക്കെ അവരിങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം പരസ്പരം വിഷമത്തോടു കൂടെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്